മധുവങ്ങളെ ഇന്ന് നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ വന്ന് കുറച്ച് യാത്രാക്ഷീണം ഒക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ മാറി മധുവങ്ങൾ ചുമ്മാ ഇപ്പൊ ചിരിക്കാൻ തുടങ്ങും. എന്തുകൊണ്ടാ മധുവങ്ങള് പറ. കോമഡി കോമഡി റൗണ്ടാ. അതാണ് കാര്യം. ഇതാണ് കോമഡി. ഇത്രേ ഉള്ളൂ. കോമഡി റൗണ്ടാണ് വരാൻ പോകുന്നത്. ഗൗതമി കുട്ടിയത്താണ്. വെൽക്കം ഗൗതമി. ഗൗതമി വന്നോണ്ടിരിക്കുകയാണ്. അയ്യോ ഇങ്ങനെ വന്ന സ്ഥിതിക്ക് വന്നിട്ട് പറയാം. ഒന്നുമില്ല, ചെറിയൊരു ഹരി എന്നാണ് ചേട്ടന്റെ പേര്. അപ്പം മധുചേട്ടനോട് ചോദിച്ചാ മതി, ചിരി ഹരി എന്ന് ചോദിച്ചാ മതി എന്ന്. അതിന് പറയേണ്ട കാര്യമില്ല, ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. റിമി ഒരു റെക്കോർഡിംഗ് ഞാൻ ഒരു ആർട്ടിസ്റ്റോട് ഹലോ പറഞ്ഞൊരു ഹലോ കഴിഞ്ഞു എന്തോരം ചിരി. അവസാനം ആ ചേട്ടൻ തന്നെ പറഞ്ഞു എന്റെ പേര് ചിരി ഹരി എന്നാണ് എല്ലാരും വിളിക്കണതെന്ന്. ചുമ്മാ ചിരിക്കോ? ചുമ്മാ ചിരിക്കുന്നു. ഈ ഹരി എന്റെ വൈഫ് ദിവ്യയും ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ചിരി മാത്രമേ ഉള്ളൂ, സംസാരം സംസാരം അരിച്ചു പറയണം. ഗൗതമി എവിടെയാണ്? ഏതോ ഒരു അഡ്വക്കേറ്റിന്റെ ഒരു ഫീല്. അതെ, പഴയ എന്തോ ആരോ ഇത് അല്ലല്ലേ? കമ്മത്ത്. അങ്ങനെ മാർച്ച് ചെയ്യുന്ന പോലെ നടന്നു വന്ന എന്താ? അത് കഴിഞ്ഞാണ് 100 കിട്ടിയത്. അതിന്റെ ഒരു ഓ അത് ശരി. അല്ലേ? ഒന്ന് കാണിച്ച അങ്ങനെ നടന്നു ഒന്ന് കാണട്ടെ. എന്താ ഇങ്ങനെ? എന്താ ഈ നടത്തത്തിന്റെ രഹസ്യം? ആ പാട്ടിൽ അങ്ങനെയുണ്ട്, ദോശ നല്ല ദോശ. അതാണ് ഇങ്ങനെ നടക്കണേ. അതെ അതെ, അത് ശരി. ഏത് പാട്ടാ? മണിയൻ ചെട്ടിക്ക്. മണിയൻ ചെട്ടിക്ക് മണിമിഠായി. മ്യൂസിക് KJ ജോയ് സാർ, ലിറിക്സ് ഡോക്ടർ ബാലകൃഷ്ണൻ സാർ, പാടിയത് യേശുദാസ് സാർ, പട്ടം സദൻ സാർ, പിന്നെ സിനിമ ചന്ദനച്ചോല 1975. വെരി ഗുഡ്. പട്ടം സദന പാട്ടുകാരനാണോ അതോ അഭിനേതാവാണോ? അതെനിക്കറിയില്ല. രണ്ടുമാണ്. പട്ടൻ സദൻ നന്നായിട്ട് അഭിനയിക്കുമായിരുന്നു. കോമഡി റോൾസ് ആണ് അഭിനയിക്കുന്നത്. അതുപോലെ തന്നെ പാടിയിരിക്കുന്ന ഒരു കോമഡി ടൈപ്പിലാണ് പാടിയിരിക്കുന്നത്. ഓ, ജീവിച്ചിരിപ്പില്ല. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എപ്പടി ആരോഗ്യ അപ്പടിയേ ചാമി. ഈ മണിയാൻ ചെട്ടിക്ക് മഹാരാജ പവറുണ്ട്. ഈ മണിയാൻ ചെട്ടിക്ക് മഹാരാജ പവറുണ്ട്. മണിയാൻ ചെട്ടിക്ക് മണി മിഠായി. മണിയാൻ ചെട്ടിക്ക് മണി മിഠായി.
எப்படி ஆரோக்கியம் அப்படியே சாமி மணியாந்தட்டிக்கு மணி மிட்டாய் மணியாந்தட்டிக்கு மணி மிட்டாய் மதுர குட்டிக்கு பஞ்சார முட்டாய் மதுர குட்டிக்கு பஞ்சார முட்டாய் ஆரோக்கிய சாமிக்கு டபர மிட்டாய் ஆரோக்கிய சாமிக்கு டபர மிட்டாய் ஆரோக்கிய சாமிக்கு டபர மிட்டாய் ஆரோக்கிய சாமிக்கு டபர மிட்டாய் ஆரோக்கிய சாமிக்கு டபர மிட்டாய். ആഹാ അരേ വാ സൂപ്പർ 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 എപ്പടി ആരോഗ്യം ജ്യോതികുട്ട എന്തോ നന്നായിരുന്നു മോളെ. താങ്ക് യു സർ. നല്ല രസമായിട്ട് അടിച്ച് പൊളിച്ച് തുടക്കം തൊട്ട് അവസാനം വരെ ഒരേ പവർ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ താങ്ക് യു സർ. കലക്കി പൊളിച്ച് നന്നായിട്ട് പാടി. ഈ ആനവാല് മോതിരത്തിന്റെ നോട്ട് ഏതാണെന്ന് മാത്രം എനിക്ക് കിട്ടിയത്. ആനവാല് മോള് പാടിയത് ആനവാല് മോതിരം എന്നാണ് പാടി. ആനവാല് മോതിരം അങ്ങനെയാണ് വരേണ്ടത്. ആ അതെ അപ്പൊ ഒരു നോട്ട് ചെറിയ നിഷാദം വലിയ നിഷാദമാണ് പാടേണ്ടത്. മോള് ചെറുതാണ് പാടിയത്. ഇതിനകത്ത് വലിയ നിഷാദവും ചെറുതൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. കോമഡി പാട്ടാണ്. അതെ അതെ അതുകൊണ്ട് ഞാൻ അതിനകത്തോട്ടൊന്നും കിടക്കുന്നില്ലെങ്കിലും അറിയണമല്ലോ നമുക്ക്, കാരണം എന്താണെന്നുള്ള അറിയണമല്ലോ. പാട്ട് നന്നായി, കൂടുതലൊന്നും പറയാനില്ല. പട്ടൻ സദന്റെ പോർഷനൊക്കെ നല്ല രസമായിട്ട് വെച്ച് പാടി. പിന്നെ ഡാൻസേഴ്സും എല്ലാം കൂടെ ചേർന്ന് നല്ല രസമായി. കുറെ നാളായി ഈ പാട്ട് കേട്ട്, ഒരുപാട് നാളായി. അല്ല, ഈ പാട്ട് എല്ലാരും കേട്ടു, ഞാൻ കേട്ടിട്ടുണ്ട് ഇത്. പക്ഷെ ഇത് ഹിറ്റാണ് ഈ പാട്ട്. അന്ന് എല്ലാ പ്രോഗ്രാമിനും ഗാനമേളയ്ക്ക് സ്ഥിരമാണ്. മണിയൻ ചട്ടിക്ക് മണി മിഠായി. കൊള്ളാം മോളെ, നന്നായി. നല്ല Thank പാട്ട് you, sir. സെലക്ഷൻ ഇതാണ് നന്നായി. താങ്ക് യു. അരേ ഗൗതം ഗൗതമിക്കുട്ടി എന്തോ നന്നായിട്ട് പാടി, അസലായിട്ട് പാടി, താങ്ക് യു സർ. അടിച്ച് പൊളിച്ചു. തുടക്കം മുതൽ അവസാനം വരെ ആ വോയിസ് മോഡുലേഷൻ ഒക്കെ കൊടുത്തതും എല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്തു താങ്ക് യു കേട്ടാ. സർ. ഡാൻസ് ചെയ്തതാണെങ്കിലും അതും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇപ്പോഴും ഞാൻ തന്നെ അതെ നിൽക്കുക. അതെ അതെ തുള്ളലുണ്ട്. അതെ 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 ഒരു സ്പ്രിംഗ് ആക്ഷൻ ഉഗ്രനായിട്ട് ചെയ്തു. ആ ഒരു നോട്ട് മാത്രമാണ് അതിൽ കൺഫ്യൂഷൻ വന്നത് കേട്ടാ. ഇത് പാട്ട് കേട്ടപ്പോ കസ്തൂരിയുടെ ഒരു ഓർമ്മ വന്നു, ഒരു ഇത് വന്നു. പിന്നെ നമ്മളിവിടെ പാടി 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 പിന്നെ അതെ, പിന്നെ കയ്യെ പൊടിക്കടാ സാമി, അതറിയില്ല റീമിക്ക്. എന്നടാ മധു, കണ്ണ് തുറക്കണോ സാമി, കയ്യെ പൊടിക്കണോ സാമി, കണ്ണ് തുറക്കണോ സാമി, കയ്യെ പൊടിക്കണോ സാമി, ഇതുവാന പാക്കിര ഭൂമി ഒന്ന് சேர்ந்து விளக்கல சாமி, கண்ணை துறக்கணும் சாமி, கைய பிடிக்கணும் சாமி, கண்ணை துறக்கணும் சாமி, கைய பிடிக்கணும் സാമി. ആ ചൊളിവില് ആ സമയം കൊണ്ട് എന്നടാ മധു വിളിക്കാനും പറ്റി. എനിക്ക് വാക്കുകൾ പറയാൻ ഇതായി പോയി, വരുന്നില്ല, മുട്ടിപ്പോയി എനിക്ക്. വിഴുങ്ങിപ്പോയി. അതെ. അപ്പൊ കയ്യപ്പൊടിക്കട സ്വാമി പോലെ തന്നെ വേറൊരു പാട്ടും കൂടി കളിക്കാലോ. യെസ്, സ്റ്റാർട്ട്. Mishkaturi, mishkaturia, aspatomi, maspatomia, flippanchumia, ho ho, tukkachamia, ho ho, flippanchumia, ho ho, tukkachamia, booparu, suppaparu, hoolai, karkakaru, hukkatomi, hukkatomi, tomi, bami, flinkantomi, mishkaturi, mishkaturia, aspatomi, maspatomia. ചേഞ്ചോടി മഞ്ചക്കുറുവേ കാഞ്ചാട് നെഞ്ചത്തഴുവേ ആട്ടം പോടടി പാട്ടും പാടടി ആട്ടം പോടടി പാട്ടും പാടടി ചൂടാന പൊട്ടക്കാട് ജോറാക കത്തിപ്പാട് ഒന്നപ്പാറ് പൊന്നപ്പോളം ഇന്നും പാട് ഏഞ്ചോടി മഞ്ചക്കുറുവേ കാഞ്ചാട് നെഞ്ചത്തഴുവേ ഏഞ്ചോടി മഞ്ചക്കുറുവേ പാഞ്ചാട് നെഞ്ചത്തഴുവേ.
അതെന്താ ഇപ്പൊ ഉണ്ടായത്? നിമിഷ നേരം കൊണ്ടൊക്കെ ഉണ്ടാക്കി പാട്ട് പാടാൻ പറ്റുമോ എനിക്കറിയത്തില്ല. റിമി ടോമി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് ഉണ്ടാക്കി പാട്ടാണോ മധുങ്ങളെ? അല്ലല്ല, ഒറിജിനൽ വിക്രം പഴയ വിക്രം സിനിമയില്ലേ ഫസ്റ്റ് പാർട്ട് വിക്രം, അതിലെ അതിലെ പാട്ടാണ്. ഉള്ള പാട്ടാട്ടോ. അതെ. ഗൗതമി കുട്ടി, ഓ എന്ന് പറഞ്ഞ പോലെ ഇത്ര വിചാരിച്ചില്ല കേട്ടോ. ഈ മണിയൻ ചെട്ടി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മളിവിടെ കുറെ ഇതിനു മുമ്പ് പഴയ കോമഡി റൗണ്ടിലെ പാട്ടുകളെ പോലെയാന്ന് വിചാരിച്ചു. പക്ഷെ മോളുടെ എനർജിയും നമ്മുടെ കൊറിയോഗ്രഫിയും ഫസ്റ്റ് നിങ്ങളുടെ ഇവിടെ നിന്നുള്ള ഒരു തുടക്കം അവസാനം വരെ എനർജി നിങ്ങൾ കീപ്പ് ചെയ്തു. ഇത് കേൾക്കാത്ത ഒരാൾ പോലും ഇതിനൊപ്പം പുതിയ പാട്ടുകൾക്കൊപ്പം നമ്മൾ താളം അടിക്കുന്ന പോലെ തന്നെ നമ്മൾ എൻജോയ് ചെയ്ത് കണ്ടു എന്നുള്ളത് ആരുടെ പ്രത്യേകത? ഗൗതമി കുട്ടി അത് കലക്കി പാടിയത് കൊണ്ടാ കേട്ടോ. മിടുക്കി. നല്ല ഹ്യൂമർ സെൻസും പിന്നെ മോള് ചില വരികൾക്ക് കൊടുക്കുന്ന എക്സ്പ്രഷനും അപ്പടി ആരോഗ്യോ അപ്പടി പവർ എന്നൊക്കെ പറഞ്ഞ് ടോണിലെ എക്സ്പ്രഷൻ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഇത്ര ആക്റ്റീവ് ആയിരുന്നില്ലല്ലോ. കഴിഞ്ഞ 100-ന് ശേഷം പിന്നെ ഇങ്ങനെയാ. ഇത്രയും ഞാൻ കണ്ടിട്ടില്ല. ഹോണ്ട ആക്റ്റീവ് വാങ്ങിച്ചോ? ഹോണ്ട ആക്റ്റീവ് വാങ്ങിച്ചോ? നിങ്ങളെല്ലാം നല്ലത് പ്രതീക്ഷിക്കരുത് കേട്ടോ. പറഞ്ഞാണ് ചിലത് നല്ലതും ചീത്തയും വരുന്നത്. ചക്കര കലക്കിടാ. എന്താണല്ലോ ഈ എനർജിയുടെ രഹസ്യം എന്താന്ന് എനിക്കറിയത്തില്ല. വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാ. അങ്ങനൊന്നുമില്ല. പെട്ടെന്നുള്ളൊരു ഇതൊരു ട്രാൻസ്ഫോർമേഷൻ ഭയങ്കരമായിരുന്നു. സന്തോഷം. എന്താ കാര്യം? എന്താ ഒരു ബോയ് സ്റ്റൈല് അല്ലേ? ഒരു ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടു അല്ലേ? കലക്കി. ഇനിയാണ് മാർക്ക്. മാർക്ക് എത്ര വേണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്ത. ഒരു ആനവാല് പോയതുകൊണ്ട് മാർക്ക് പോവോ? ആനവാല് മോതിരം എന്ന് പറഞ്ഞാൽ ചില്ലറ സംഭവം അല്ലത്. പണ്ട് ഭയങ്കര ട്രെൻഡിങ്. ഇപ്പൊ എല്ലാരും മറന്നെന്ന് തോന്നല്ലേ അത്? ആന പോയിട്ട് ഇപ്പൊ ഇനി പണ്ട് ആനവാല് കെട്ടിക്കഴിഞ്ഞാൽ പേടിക്കത്തില്ല. ഇപ്പൊ ആമമോതിരം ഒക്കെയാണ് ട്രെൻഡ്. ഇതൊക്കെ വർഷങ്ങളെടുത്ത് പെടുന്നു പാഴ്സൽ അയച്ചത് ആരാണ്ട് പണിയിപ്പിച്ചെടുത്തൊക്കെ. ഇപ്പൊ ആനവാല് പോയിട്ട് ഇപ്പൊ ആമവാല്. സോ ടുഡേ വി ആർ ഗിവിംഗ് യു 9 100 out of 100. ആടി ഒരു ആനവാൽ പൂക്കുട്ടി.